ഹായ്, കൺഗ്രാറ്റ്സ് വണ്ടർഫുൾ വുമൺ. ഇതെന്തിനാ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? കൺഗ്രാജുലേറ്റ് ചെയ്തതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. കാരണം ഈ വെബിനാർ അനൗൺസ് ചെയ്തപ്പം ഈ വെബിനാറിൽ വരണം, ഇതിലൂടെ എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് വരണം എന്ന തീരുമാനം നിങ്ങളെടുത്തില്ലേ? അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പം നിങ്ങളിത് കാണുന്നത്. അതിനാദ്യം നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കാരണം ഈ തീരുമാനം എടുത്തതിന് നിങ്ങൾ സക്സസ്സിലേക്ക് വരാൻ പോകുന്നതിൻ്റെ പ്രധാന ഒരു വലിയ ഉദ്യമത്തിലേക്ക് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചു എന്നുള്ളതാണ്. അതാണ് ഈ പ്രോഗ്രാമിലേക്ക് ഡിസൈൻ യുവർ സെൽഫ് എന്ന പ്രോഗ്രാമിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഡിസൈൻ യുവർ സെൽഫ് എന്ന പ്രോഗ്രാം ഫ്ലൈ എന്നൊരു കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഫ്ലൈ എന്നൊരു കമ്മ്യൂണിറ്റി, അതായത് ഫസ്റ്റ് ലവ് യുവർ സെൽഫ് എന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം, സമൂഹത്തിൽ എല്ലാ തലത്തിലും നമുക്ക് പറയുന്നത് കേൾക്കാം, സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളെ ശാക്തീകരിക്കണം. നിരവധി മേഖലകളിൽ പറയുന്നത് ശാക്തീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ കുറേ പ്രോബ്ലംസിനെ പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും സമയം തീർന്നു പോവുകയാണ്. സ്ത്രീകൾക്കൊരു എക്സ്ട്രാ ടൂളിനെ കിട്ടുന്നില്ല. അത് എൻ്റെ ഇത്ര വർഷത്തെ ഈ കരിയറിനകത്ത്, ഒരു 15 ഇയേഴ്സിൻ്റെ ട്രെയിനിങ് കരിയറിനകത്ത് തന്നെ നിരവധി സ്ത്രീകളെ, ഒരുപാട് കഴിവുള്ള സ്ത്രീകളാണ്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഉണ്ട്, ഒരുപാട് കാര്യങ്ങളെ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളായിട്ടും പലപ്പോഴും ഒരു വെനുവിൽ വരുവാണെങ്കിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ പോലും ആ സീറ്റിലിരിക്കാൻ പുരുഷന് വേണ്ടി അവൾ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഇൻഹെറിറ്റായിട്ട് എവിടെയോ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. ആ പുരുഷനെ ഇരുന്നതിന് ശേഷം മാത്രം നമ്മൾ ഇരുന്നാൽ മതി എന്ന ഒരു ഭവ്യതയ്ക്ക് അപ്പുറത്ത് ചില സമയത്ത് ഈ ചിന്തകൾ നമ്മളെ അലട്ടുന്നുണ്ട്. അതായത് നമ്മൾ തന്നെ പുരുഷന് ഡൊമൈൻ ചെയ്യാനൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാനല്ല, നമ്മുടെ അകലം കുറയ്ക്കണം. എന്നിട്ട് സെൽഫിഷ് ആകാതെ ഫ്ലൈ ഫസ്റ്റ് ലവ് യുവർ സെൽഫ് എന്ന ഒരു ആശയത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് സ്ത്രീ പുരുഷനോടൊപ്പം വരുത്തുക എന്ന ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലൈ എന്ന പ്രോഗ്രാം. നമുക്കറിയാം, ചൈനയുടെയൊക്കെ ഗ്രോത്തിനെ നോക്കുകയാണെങ്കിൽ ആ ഗ്രോത്തിനെ സഹായിക്കുന്ന അവിടെ സ്ത്രീകളാണ് എന്ന് നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നറിയാം. കാരണം അവരുടെ കോൺട്രിബ്യൂഷൻ സമൂഹത്തിലേക്ക് കൂടുതലാണ്. ഒബ്വിയസ്ലി നമ്മൾ സംസാരിക്കാനകത്തൊക്കെ പറയാറില്ലേ, സ്ത്രീയുടെ കയ്യിലൊരു പൈസ കിട്ടുവാണെങ്കിൽ അതിൻ്റെ നല്ല പേഴ്സൻറ്റേജ് കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യും എന്ന് പറയില്ലേ? അത്തരത്തിലേക്ക് രാഷ്ട്രത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ആ രാഷ്ട്രത്തിന് അതിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടുതൽ കിട്ടും. ഇതിന് പകരം നമുക്കറിയാം, ചുറ്റുമുള്ള കോളേജിലും സ്കൂളിലൊക്കെ പോകുകയാണെങ്കിൽ ഇന്ന് കുട്ടികൾ വളരെ സ്മാർട്ടാണ്. ഗേൾസ്. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ഇനഫ് ഫ്രീ ടൈമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പഠനത്തിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് അവർ ഇടപഴകുന്നുണ്ട്. അപ്പം അവർക്ക് പല കാര്യങ്ങളിലേക്ക് നേതൃത്വ നിലയിലേക്ക് വരാനും കഴിയുന്നുണ്ട്. ഇതേ ഒരു കോൺസെപ്റ്റ് സ്ത്രീകൾക്ക്, ഹോം മേക്കറിന്, ഹൗസ് വൈഫിന് കൊണ്ടുവരുന്നതിലൂടെ അടുക്കളയ്ക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ വീടിനപ്പുറത്തേക്ക് ഒരുപാട് സ്പേസ് ഉണ്ടെന്നും ആ സ്പേസിലേക്ക് അവർക്ക് വ്യാപിക്കാനും അതിനെ ഉപയോഗിച്ചുകൊണ്ട് ദ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ലൈഫിലേക്ക് കൊണ്ടുവരാനും പറ്റുമെന്നുള്ളതാണ് ഫ്ലൈ എന്ന കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു കമ്മ്യൂണിറ്റിനെ വാർത്തെടുക്കുന്ന ഉദ്യമത്തിൻ്റെ ഭാഗമായി അനൗൺസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സെഷനാണ് ഡിസൈൻ യുവർ സെൽഫ്. ആ സെഷനിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്. അതിലേക്കാണ് നിങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ കൺഗ്രാജുലേഷൻ എല്ലാവരും കൈകളൊന്ന് ഉയർത്തിക്കുകയും സ്വന്തം കൈ ഉയർത്തിയിട്ട് പുറത്തും തട്ടിക്കോ. സംഭവങ്ങളാണ്. നിങ്ങളിത് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ സംഭവങ്ങളാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡിസൈൻ യുവർ സെൽഫ് എന്ന പാക്കേജിനെ കുറിച്ച് വളരെ ക്വിക്കായിട്ട് പറയാം. ഇത് ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ ഓരോ മോഡ്യൂളുകളും കടന്നു പോകും. ഡിസൈൻ യുവർ സെൽഫിനകത്ത് 21 മോഡ്യൂൾസാണുള്ളത്. ഓരോ മോഡ്യൂളും വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന സമയത്ത്, അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്ത് റീൽസ് കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയൽ കാണുന്നത് പോലെ, ഏതെങ്കിലും സിനിമ കാണുന്ന പോലെ കാണാനുള്ളതല്ല. മറ്റു കാര്യങ്ങളിൽ നിന്നും മാറി കഴിയുമെങ്കിൽ ഒരു ഇയർഫോൺ വെച്ചിട്ട് സൈലൻ്റായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് കൃത്യമായിട്ടൊന്ന് കേൾക്കൂ. ഇതിനകത്ത് എവിടെയെങ്കിലും എന്നിൽ ഗ്യാപ്പുണ്ടോ, ഞാൻ അവിടെ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുണ്ടോ, അത്തരത്തിലേക്ക് ഇത് ഇരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലൊരു പെന്നും ബുക്കും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് എവിടെയാണ് മിസ്മാച്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്ത് പോകണം. അങ്ങനെ ഒരു ജേണൽ ബിൽഡ് ചെയ്യണം. ആ ജേണൽ ലൈഫ് ലോങ് നിങ്ങൾ ക്യാരി ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ഷോർട്ട് ടൈം സ്പാനായിട്ട് കണ്ടുകൊണ്ടെടുക്കരുത്. ലൈഫ് ടൈം
ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണ് പറയുന്നത്. കാരണം എന്തെന്നറിയാവോ? കാരണം നമുക്കൊരു ലൈഫേ ഉള്ളൂ. എല്ലാവരുടെ വിശ്വാസങ്ങളിൽ നമുക്ക് പറയുന്നുണ്ട് 7 ജന്മം എന്നൊക്കെ പറയുന്നുണ്ടത് വിശ്വാസങ്ങൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ആശ്വാസം നൽകാൻ വേണ്ടി വിശ്വാസങ്ങൾ അങ്ങനെ പറയുന്നതാണ്. പകരം നമുക്കൊരു ലൈഫേ ഉള്ളൂ. ഒരു ബിഗിനിങ്, ഒരു എൻഡ്. ഒരു ദിവസം എന്തായാലും നമ്മൾ മരിച്ചു പോകും. ഈ മരിച്ചു പോകുന്ന അത്രയും കാലത്ത് ലൈഫിൽ സമാധാനമാണ് വേണ്ടത് എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. സമാധാനം മാത്രം കിട്ടാനല്ല വന്നിരിക്കുന്നത്. നമുക്കിവിടെ ആനന്ദത്തോടുകൂടി ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് ഉള്ളൊരു ഇൻഫ്ര നമുക്കുണ്ടായിരിക്കണം. അതിന് ഇൻഫ്ര എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്രയല്ല, പണം എന്നുള്ളതിലേക്ക് വരാനൊന്നുമല്ല. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫ്രാസ് ഉണ്ട്. ഞാൻ എൻ്റെ വെബിനാറിൽ പറഞ്ഞ പോലെ 7 വെൽത്തുകളുണ്ട്. ആ 7 വെൽത്തിൽ കൂടെ കടന്നു പോകണം. നിങ്ങളത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വീണ്ടും അത് വെബിനാറിൽ നിന്ന് കേൾക്കാൻ പറ്റും. അതായത് 7 വെൽത്തിൽ കൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ആ 7 വെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടായി കിടക്കുക. പ്രത്യേകിച്ച് പെട്ടെന്ന് ഞാൻ പറയാം, നമുക്ക് ഇന്നർ വെൽത്ത് ഉണ്ട്. ഇന്നർ വെൽത്ത് എന്ന് വെച്ചാൽ സെൽഫായിട്ട് നമ്മളോട് തന്നെ സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം. രണ്ടാമത് ഫിസിക്കൽ വെൽത്ത്, മൂന്നാമത് ഫാമിലി വെൽത്ത്, നാലാമത് സോഷ്യൽ വെൽത്ത്, 5 കരിയർ വെൽത്ത്, 6 ഫിനാൻഷ്യൽ വെൽത്ത്, അതായത് എക്കണോമിക് വെൽത്ത്, 7 സ്പിരിച്വൽ വെൽത്ത്. ഇത്തരം വെൽത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിന് ഉന്നമനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വെൽത്തിനെ എല്ലാം പീക്കായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സെർട്ടൻ ടൂൾസ് ലൈഫ് ഉപയോഗിക്കണം. ആ സെർട്ടൻ ടൂൾസിനാണ് 21 പോയിന്റുകളായിട്ട് അല്ലെങ്കിൽ 21 മോഡ്യൂൾസായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ സെർട്ടൻ ടൈം എടുത്തുകൊണ്ട് 20-25 മിനിറ്റ്സിനകത്ത് നിൽക്കുന്ന സെർട്ടൻ ടൈം എടുത്തുകൊണ്ട് ഇതുമാത്രം ഒബ്സർവ് ചെയ്തുകൊണ്ട് നിങ്ങളിത് കേൾക്കാമെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ യുവർ സെൽഫിൽ നിങ്ങളുടെ ബ്രീഫ് കേഴ്സിൽ ഇഷ്ടത്തിന് ഉള്ള ടൂൾസ്, ഏത് സമൂഹത്തിലേക്ക് പോകാൻ പറ്റുന്ന ഇഷ്ടംപോലെ ടൂൾസിനെ നിങ്ങളെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ക്യാരി ബാഗിനകത്ത് ഇനഫ് ടൂൾസ് ഉണ്ടായിരിക്കും. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡിസൈൻ യുവർ സെൽഫിലേക്ക് വരുവാണ്. ഇതിനകത്ത് പ്രത്യേകം വീണ്ടും റിമൈൻഡ് ചെയ്യുന്നു, മൊബൈൽ സൈലൻറ്റ് മോഡിൽ വെക്കണം, നോട്ട് ഉണ്ടാവണം, പെൻ ഉണ്ടാകണം, മറ്റു കാര്യങ്ങളിൽ നിന്നും മാറിയിരിക്കണം. ഏതെങ്കിലും കാര്യങ്ങളുടെ മൾട്ടി ടാസ്ക് ഇതിനകത്ത് കൊണ്ടുവരരുത്. ഇത് മാത്രം കേൾക്കണം. കഴിയുമെങ്കിൽ ഇയർഫോൺ വെച്ച് കേൾക്കുവാണെങ്കിൽ ഈ സെഷനോടെ, ഈ മോഡ്യൂളിലൂടെ നിങ്ങൾ ഒരുപാട് ഒക്യുപ്ഡ് ആകും എന്നതുകൊണ്ട് നിങ്ങളൊരു കാറ്റർപില്ലറിൽ നിന്ന് ഫ്ലൈ എന്ന പ്രോഗ്രാം, ഫ്ലൈ എന്ന കമ്മ്യൂണിറ്റി ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു കാറ്റർപില്ലറിൽ നിന്ന് ബട്ടർഫ്ലൈ ആക്കാനാണ്. അതായത് കാറ്റർപില്ലറിന് ഫ്ലൈ ചെയ്യണമെങ്കിൽ വിങ്സ് വേണം. കാറ്റർപില്ലറിന് ഫ്ലൈ ചെയ്യണമെങ്കിൽ വിങ്സ് വേണം. ആ കാറ്റർപില്ലർ ആ സ്ട്രഗിളിലൂടെ അതിൻ്റെ കൂടിനെ പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ബട്ടർഫ്ലൈ ആകുന്നത്. അപ്പോൾ ആ സ്ട്രഗിളിനുള്ള കാര്യങ്ങളാണ് തരുന്നത്. ഇപ്പോൾ സ്ട്രഗിളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ആ കൂടിനെ ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മളിൽ വേണം എന്നതാണ് ഈ ഡിസൈൻ യുവർ സെൽഫിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സൈലൻ്റ് ഒബ്സർവ് ചെയ്യുക. അല്പം ഈശ്വരനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ല ചിന്തയോടുകൂടെ ഇത് കേൾക്കുക. ഫ്രീ ടൈമിൽ മാത്രം കേൾക്കൊണ്ടോ, അല്ലാതെ മൾട്ടി ടാസ്ക് ഇതിനകത്ത് കൊണ്ടുവരരുത്. അങ്ങനെ പോകുകയാണെങ്കിൽ ഈ സെഷൻ കഴിയുന്നതോടുകൂടെ ഒരുപാട് ടൂൾസ് നിങ്ങൾക്കുണ്ടാകും. അതിലേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് സെഷനിലേക്ക് വരാം. താങ്ക് യു.